ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഇപ്പോൾ മോഡൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന, പബ്ലിക് എക്സാം കാത്തുകൊണ്ടിരിക്കുന്ന SSLC +1 +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഞാൻ ഈ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 5 കാര്യങ്ങൾ നിങ്ങൾ ഈ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഏകദേശം ധാരണ കിട്ടും. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ 5 കാര്യങ്ങൾ, ഈ 5 ചെക്ക് ലിസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പേടിയും വേണ്ട. പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് A+ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം. പക്ഷേ ഈ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്താണ് അനുഭവം, എങ്ങനെയുണ്ട് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിലൊന്നാമത്തേത്, മോഡൽ എക്സാം സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത എല്ലാവർക്കും മനസ്സിലാകും തൻ്റെ പേപ്പർ നീറ്റ്നെസ് ആണോ. ഇപ്പോൾ താൻ തന്നെ എഴുതുന്ന ആൾ തന്നെ പേപ്പർ നോക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ട് പോയിന്റുകളൊക്കെ വെട്ടും കുത്തും വരെയൊന്നും ഇല്ലാതെ നീറ്റായിട്ട് എഴുതാൻ പറ്റിയോ, ആ ഒരു പേപ്പറിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ്, കൃത്യമായിട്ടുള്ള മാർജിൻ മീൻസ് നമ്മുടെ ആ ഒരു ചോദ്യ പേപ്പറിന്റെ ഔട്ട്ലെറ്റിൽ തന്നെ നമുക്ക് അതിന് എത്രത്തോളം നീതി പുലർത്താൻ പറ്റി, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ, അത് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും എത്രത്തോളം സമയം തികഞ്ഞു അല്ലെങ്കിൽ ചിലതിന് സമയം ബാക്കി വന്നോ എന്നുള്ളതാണ്. ഞാൻ ഈ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, പബ്ലിക് എക്സാമിന് മുമ്പ് ലഭിച്ച ഏറ്റവും അവസാനത്തെ ചാൻസ് ആണ് നിങ്ങൾക്ക് ഈ മോഡൽ എക്സാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് സമയം തികഞ്ഞിട്ടുണ്ട് എങ്കിൽ വളരെ നല്ല കാര്യം. ഇനി അഥവാ സമയം തികയാതെ ഉണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് പരിഹരിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ പബ്ലിക് എക്സാമിനെ അഭിമുഖീകരിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു നീറ്റ്നെസ്സും സമയവും. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹാൻഡ് റൈറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു ചില ഇപ്പോൾ മലയാളം, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പോലുള്ള സബ്ജക്ട്സിനാണെങ്കിൽ തിയറി സബ്ജക്ട്സ് ഉണ്ട്. വളരെ സ്പീഡിന് 5 മാർക്കിനും 6 മാർക്കിനൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഹാൻഡ് റൈറ്റിംഗിൽ ആ ഒരു സ്പേസിങ്ങും അല്ലെങ്കിൽ ലൈനുകളുടെ ഇടയിലുള്ള സ്പേസും ഒക്കെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ഡബിൾ ചെക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനി അഥവാ ഇപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സ്കൂൾ അധികൃതരിൽ നിന്ന് മോഡലിൻ്റെ പേപ്പർ ആൻസർ ഷീറ്റ് അവർ നോക്കി തരുമ്പോൾ കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഇംപ്രൂവ് ചെയ്തിട്ട് മാത്രമേ പബ്ലിക് എക്സാമിന് നിങ്ങൾ പോകാൻ പാടുള്ളൂ. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, 2 കാര്യമാണ്. അതിലൊന്നാമത്തേത് കൂൾ ഓഫ് ടൈമും അവസാനത്തെ സമയവും. നിങ്ങൾ ഈ മോഡൽ എക്സാമിന് ആദ്യത്തെ ലഭിക്കുന്ന 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എങ്ങനെ വിനിയോഗിച്ചു എന്ന് സ്വയം ചിന്തിക്കുക. കൃത്യമായിട്ട് ഏതൊക്കെ പാഠങ്ങളിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ, എഴുതാനുള്ള ഓർഡർ പിക്ക് ചെയ്യാൻ പറ്റുമോ, അതുപോലെ ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതണമെന്ന് ചിന്തിക്കാൻ പറ്റുമോ, ഗ്രാമറിന്റെ എല്ലാം ആൻസർ അപ്പോൾ തന്നെ കിട്ടിയോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പറ്റുമോ. ഇല്ല എന്നുള്ള ഉത്തരമെങ്കിൽ അത് തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്തിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോഡൽ എക്സാം കഴിഞ്ഞിട്ട് പബ്ലിക് എക്സാമിലേക്ക് കണക്കാവും. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ആൻസറും എഴുതി കഴിഞ്ഞതിന് ശേഷം അവസാനം കൃത്യമായിട്ട് എല്ലാം എഴുതിയിട്ടുണ്ടോ എന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ അവസാനത്തിന് 5 മിനിറ്റ് എങ്കിലും ജസ്റ്റ് ഒന്ന് പേപ്പർ മറിച്ച് നോക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ടോ. അങ്ങനെ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പല വിദ്യാർത്ഥികളും ഒരുപാട് എഴുതി വെച്ചിട്ട് അവസാനം മാർക്ക് കൊണ്ടുപോയി കളയുന്ന പല കാര്യങ്ങളും ഉണ്ട്. കാരണം അവസാനം ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുമെന്നുള്ളതാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എഴുതുന്ന ഓർഡർ കറക്റ്റ് ആണോ എന്നുള്ളതാണ്. ചിലർക്ക് സമയം തികയാതെയും ചിലർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടാതെയും ഒക്കെ വരുന്നത് ഈ 2 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെയൊക്കെ ചിലത് തിരിച്ചുള്ള ഓർഡർ 6 മാർക്കിൻ്റെ ആദ്യം എഴുതും, ബാക്കിയുള്ളതെല്ലാം അവസാനം വെക്കും. അപ്പം നിങ്ങൾ ആ ഫോളോ ചെയ്യുന്ന ഓർഡർ മോഡൽ എക്സാമിന് എത്രത്തോളം വിജയിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം കറക്ഷൻസ് അതിൽ വരുത്തണമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടേ പോകാവൂ. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും അടിവരയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. മോഡൽ എക്സാമിൽ എവിടെയെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് പരിഹരിച്ചു കൊണ്ടുവേണം ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഏറ്റവും പുതിയ വീഡിയോകളായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. തൽക്കാലം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.